ട്രിവാൻഡ്രത്ത് വന്നിട്ടുള്ള നെക്സ്റ്റ് ഡേ ആണിത്. ആൻഡ് ഇന്നാണല്ലോ കല്യാണം. മുഹൂർത്ത സമയം രാവിലെ 8:40 ആയതുകൊണ്ട് ഞങ്ങൾ ഷടപടേന്ന് റെഡിയായി. നമ്മുടെ റൂമിൽ നിന്ന് ഓഡിറ്റോറിയത്തിലേക്ക് വലിയ ദൂരമൊന്നും ഇല്ലായിരുന്നെങ്കിലും പരിചയമില്ലാത്ത സ്ഥലമായതുകൊണ്ട് ഗൂഗിൾ ചേച്ചി ചെറുതായിട്ടൊന്ന് വട്ടം കറക്കി. അങ്ങനെ ചോദിച്ചത് ആറ്റിങ്ങിലുള്ള സൺ ഓഡിറ്റോറിയത്തിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. കല്യാണമൊക്കെ അടിപൊളിയായിരുന്നു. അങ്ങനെ ഇതാ ഞങ്ങളുടെ ഫാമിലിയിലേക്ക് പുതിയൊരു മെമ്പറോട് വന്നിരിക്കുകയാണ്. ആൻഡ് ദിസ് ഈസ് അഡ്വക്കേറ്റ് അനശ്വര. ന്യൂലി മാരീഡ് കപ്പിൾസിന് എല്ലാവിധ മംഗളങ്ങളും ഭവിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞങ്ങൾ അവിടുന്ന് നീങ്ങി. സത്യത്തിൽ ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് എൻ്റെ കല്യാണ ദിവസമാണ് കേട്ടോ ഓർമ്മ വന്നത്. മുഹൂർത്ത സമയത്ത് എത്താൻ വേണ്ടി നമ്മൾ രാവിലെ എഴുന്നേറ്റാണ്. വാമിക്ക് നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു. കൂട്ടത്തിൽ എനിക്ക് ഫ്രണ്ട്സ് ഫോട്ടോ എടുക്കുന്നു, ഞങ്ങൾ ഫോട്ടോ എടുക്കുന്നു, ഞങ്ങളുടെ ഫോട്ടോ കാശിക്കുട്ടൻ എടുക്കുന്നു. അങ്ങനെ ആകെ ബഹളമായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഒരു ഒറ്റ ഓട്ടമായിരുന്നു സദ്യ കഴിക്കാനായിട്ട്. ഞാൻ ട്രിവാൻഡ്രം സദ്യ ആദ്യമായിട്ടാണ് കേട്ടോ കഴിക്കുന്നത്. സദ്യ കഴിക്കുന്നതിനേക്കാളും ഞാൻ കൂടുതൽ എക്സൈറ്റഡ് ആയിരുന്നത് വേറൊരു സാധനം കഴിക്കാനായിരുന്നു. വാമിക്കുട്ടിക്ക് പപ്പടം വലിയ ഇഷ്ടമായതുകൊണ്ട് എനിക്ക് എന്തായാലും പപ്പടം കഴിക്കാൻ പറ്റിയില്ല. അങ്ങനെ ചോറ് വന്നു, പായസം വന്നു, വീണ്ടും ഒരു പായസം വന്നു. എന്നിട്ട് ഞാൻ പ്രതീക്ഷിച്ച സാധനം മാത്രം കിട്ടി. ഇനി കിട്ടത്തില്ലേന്ന് ഓർത്ത് ടെൻഷൻ അടിച്ചിരുന്നപ്പോഴേക്കും ദാണ്ട വന്ന്. നോക്ക് മക്കളെ നോക്ക്, ബോളി. ഞാൻ കാശിക്കുട്ടനെ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ക്രേവിങ്സ് ഉണ്ടായതും അതൊരു കൊറോണ കാലം ആയതുകൊണ്ട് എനിക്ക് കഴിക്കാൻ പറ്റാണ്ട് പോയ ഒന്നാണ് കേട്ടോ ഈ ബോളിയും പായസവും. അങ്ങനെ ഞാൻ ബോളിയും പായസമൊക്കെ കഴിച്ചു. വാമി ഇന്ന് ആദ്യമായിട്ടാണ് ബോളി കഴിക്കുന്നത്. കാശിക്കുട്ടന് വേണ്ടാന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ ഇലയിൽ കൂടെ ബോളി ഞാൻ എടുത്ത് കഴിച്ചു. തൊട്ടടുത്തിരുന്ന അനന്തുവിൻ്റെ ഇലയിലേക്ക് നോക്കിയപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി ഗൈസ്. ഭക്ഷണ കാര്യത്തിൽ ഒരു മജീഷ്യൻ തന്നെ. ഇതെല്ലാം മനുഷ്യൻ്റെ കോളേജ് മേറ്റ്സ് ആണ് കേട്ടോ. ഇനി അവരായി അവരുടെ പാടായി നോർത്തിട്ട് ഞാൻ ഇങ്ങ് മാറി. അവിടെ നിന്ന് നേരെ കല്യാണ ചെക്കൻ്റെയും പെണ്ണിൻ്റെയും കൂടെ നിന്നൊരു ഫോട്ടോ എടുക്കാനായിട്ടുള്ള ഓട്ടോ ആയിരുന്നു. എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഗൈസ്. ഇനി ആലപ്പുഴ വരെ പോകണം. അപ്പോൾ ബാക്കി വിശേഷം അടുത്ത വീഡിയോയിൽ. ടാറ്റ ബൈ, സീ യു സൂൺ.